ഗൈസ്, അപ്പം ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടി, അപ്പോൾ ഒരു പൊതിച്ചോറങ്ങാക്കാണ്. പൊതിച്ചോറിന് മെയിനായിട്ട് വേണ്ടുന്നത് എന്തരാണ്? വാഴയില. അപ്പോൾ നമുക്ക് വാഴയില വെട്ടാനായിട്ട് പറമ്പിലേക്ക് പോവാം. ഓക്കെ, കമോൺ. അപ്പോൾ പറമ്പിൽ പോകുന്ന വഴി തരാം. ഒരു ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങി വേണം പോകേണ്ടത്. പറമ്പെന്ന് എഴുതുമ്പോൾ നിങ്ങൾ കരുതരുത് എൻ്റെ സ്വന്തം പറമ്പിലാണ് ഈ പോണേന്ന്, അല്ല കേട്ടോ, വാഴത്തോട്ടമാണ്. ഇതിന് മുന്നേ ഇവിടെ വെറ്റക്കൊടി ഉണ്ടായിരുന്നു, നെല്ലുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് വരും മേഡം. എൻ്റെ കൂടെ എൻ്റെ സുന്ദരിയായ മോളും ഉണ്ട്. വേണ്ട, ചാടി വാ. ഇതാണ് വാഴത്തോട്ടം. ഇതിവിടെ ഒരു പൈനാപ്പിൾ കൃഷിക്ക് എടുത്തിട്ടായിരുന്നു. പക്ഷേ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ അവർ ഇതിനകത്ത് ഫലവത്തായി ഫലങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ഫസ്റ്റ് ചെയ്തതാണ്. പക്ഷേ കുറേയൊക്കെ അങ്ങ് നഷ്ടമായി പോയി. പാവങ്ങൾക്ക് കൈ നഷ്ടം വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവരെ പറമ്പിലാണ് ഒരു വാഴയില വെട്ടാൻ വന്നത്. അപ്പോൾ മകൾ ഇത് പിടിക്കൂ, എന്നെ കാണണം അവർക്ക് കേട്ടോ. അല്ലെങ്കിൽ ഒരു വാഴയില വെട്ടി കണ്ട് നമുക്ക് ഒരിലയുടെ ആവശ്യമുള്ളൂ. ഒരു ചോറ് പൊതിഞ്ഞാൽ മതി. അപ്പോൾ ഒരിലയുടെ ആവശ്യമുള്ളൂ. ഒരിലയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം നമ്മൾ ആ ഒരില വെട്ടി എന്നിട്ടില്ലേ മാമ അച്ചാച്ചൻ വരുന്നു. അങ്ങോട്ട് നിന്നു. ആ ഒരില വെട്ടിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ ഒരു കൂമ്പ് നിൽക്കുന്നുണ്ട്. അച്ചാച്ചൻ നമ്മുടെ ഒരു അച്ചാച്ചനാണ്, അതായത് അമ്മച്ചിയുടെ ഒരു ബന്ധുവായിട്ട് ഒരു അച്ചാച്ചനാണത്. അപ്പം നമ്മൾ അച്ചാച്ചൻ പൂക്കഴിഞ്ഞിട്ട് ആ കൂമ്പ് നമ്മൾ ഒടിക്കുന്നത്. ഓക്കെ, ഇതിലേക്കോ പോകുന്നു. ഇതിലെയാണ് ഒന്ന് വരുന്നത്. കണ്ടെങ്കിൽ സാരമില്ല. ആരി എവിടെ പോയി മോളെ? ഇന്ന് 3:30-ക്കല്ലേ ട്യൂഷൻ? ഓ ശരി. അവരെയും കണ്ട്. അതാണ് മീനുണ്ട്. ട്യൂഷൻ എടുക്കുന്ന കൊച്ചുങ്ങൾ കണ്ടു കാണുമെന്ന് അറിയത്തില്ല ഗൈസ്. ദോ പോകുന്നു. അപ്പം ഞാൻ ആ കൂമ്പൊന്ന് മൂട്ടിക്കട്ടെ. പിടി. മോശമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഒരു പരിധിയിലൊന്നും എടുത്തില്ലെങ്കിൽ അപ്പം അത് എടുത്ത് പിച്ചാത്തി എടുത്ത് നമുക്ക് പോകാം. ഓക്കെ, ഇതുകൊണ്ട് പോകണം. ഇതൊരു വഴിയാണ്, അങ്ങ് അപ്പുറത്ത് പോകാൻ പറ്റും. ഇത് അപ്പുറത്തേക്ക് ഇവിടെയൊക്കെ റബ്ബറും തോട്ടങ്ങളാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നില്ല, റബ്ബറും പെരയിടവും എന്താ. ഒരുത്തി വീട്ടിൽ ചെരുപ്പ് പോലും ഇല്ലാതെ ഇറങ്ങി. നമ്മളിങ്ങോട്ടൊക്കെ ഇറങ്ങുന്ന ചെരുപ്പ് വേണം കേട്ടോ. ആ കാണുന്നതാണ് എൻ്റെ വീട് ഗൈസ്. പോകൂ, നിങ്ങളെൻ്റെ വീട് കണ്ടിട്ടില്ലല്ലേ? ഞാനിപ്പോൾ കയറി പോകുമ്പോൾ കാണിക്കാം. ഇത് നിറയെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി നിറയും കേട്ടാ. ഭയങ്കര ഒന്നിനകത്ത് ഇടല്ലേ. ഒന്നാമത് എല്ലായിടവും പാമ്പും കാര്യങ്ങളുമാണ്. ഇപ്പം ഭയങ്കര ശല്യമാണ്. അപ്പോൾ കുട്ടികളെ സൂക്ഷിക്കുക എല്ലാവരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് ശല്യം ഭയങ്കര. പോ. അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്ന വഴിയാണ് നമ്മുടെ വീട്ടിൽ പോകുന്നത്. പിന്നെ അതാണ് നമ്മുടെ വീട്ടിൽ പോണ വഴി. ഇതാണ് എൻ്റെ കുഞ്ഞു ഭവനം. കുഞ്ഞു വീടാണ് കേട്ടോ. കാണുമ്പം എല്ലാവർക്കും തോന്നും ചെറിയ വീട്. ഇതാണ് മൈ ഹൗസ്. കാണാൻ വയ്യല്ലേ? ഞാൻ സോറി. ഇവിടെ താണ്ട് ഒരുത്തൻ ഒളിച്ചിട്ടുണ്ട്. വേണ്ട, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, എൻ്റെ പയറ് വെന്ത് മൂത്ത് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങെത്തുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ
ടാറ്റാ.